പുതിയൊരു അപ്ഡേഷനിലേക്ക് സ്വാഗതം. യുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ പേര് കിരീട യുദ്ധം. തൊപ്പി വെക്കുക എന്നുള്ളതാണ്. തൊപ്പി കൊടുത്തിട്ടുണ്ടാവും. ഈ തൊപ്പി സംരക്ഷിച്ച് അത് ലാസ്റ്റ് വരെ എത്തിക്കുന്നവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ടാവും. 7 ടീമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 7 ടീമിനകത്ത് 3 പ്ലെയേഴ്സ് ഉണ്ടാവും. അതിനകത്ത് ഒരാൾ ക്യാപ്റ്റനായിട്ട് മാറും. ആ ക്യാപ്റ്റൻ്റെ തലയിലായിരിക്കും ക്യാപ്പ് ഉണ്ടാവുക. ബാക്കി 2 പേരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം, മറ്റുള്ളവരെ തൊപ്പി തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും വേണം. ഈ തട്ടിപ്പറിക്കുന്ന തൊപ്പി അവരുടെ സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കൊണ്ട് തൂക്കിക്കഴിഞ്ഞാൽ ഗെയിം ഓവറായി. ഇതിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഗെയിം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്ന എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് സൂപ്പർ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് 3 പേരല്ലേ, അപ്പോൾ 3 സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് സൂപ്പർ പവർ എന്ന് വെച്ചാൽ സൂപ്പർ നോമിനേഷൻ പവറാണ്. 3 ആഴ്ചത്തേക്ക് ഒരു വ്യക്തിനെ നോമിനേറ്റ് ചെയ്യാം. അടുത്ത സൂപ്പർ പവർ എന്ന് വെച്ചാൽ ഇമ്മ്യൂണിറ്റി പവറാണ്. ഇതിനകത്ത് ഇമ്മ്യൂണിറ്റി ആവും, അതായത് ഈ 3 ആഴ്ചയും നമുക്ക് നോമിനേഷനിൽ നിന്ന് മുക്തി നേടാം. പിന്നുള്ളത് സൂപ്പർ ഫാമിലി പവറാണ്. ഇത് നമുക്കറിയാം, ഫാമിലി വീക്കിനകത്ത് സാധാരണ ഒരു ദിവസമാണ് അവർക്ക് നിൽക്കാൻ പറ്റുക. പക്ഷേ ഈ ഗെയിമിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഫാമിലിക്ക് ഒരു വീക്ക് ആ വീട്ടിൽ താമസിക്കാം. ഇതാണ് ഗെയിമിനകത്തെ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള എന്താ പറയുക സൂപ്പർ പവേഴ്സ്. അപ്പോൾ ടീം ഭയങ്കര രസമായിട്ടുള്ള ടീമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് 7 ടീമെന്ന് പറഞ്ഞില്ലേ, ഇതിനകത്ത് ഫസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ രേണു, അക്ബർ, ഷാനവാസ്. ഇതിനകത്ത് രേണു ക്യാപ്റ്റനായി. പിന്നുള്ളത് ജിഷിൻ, നിവിൻ, ലക്ഷ്മി. ഇതിനകത്ത് നിവിൻ ക്യാപ്റ്റനായി. പിന്നുള്ളത് മസ്താനി, റന, ആര്യൻ. ഇതിനകത്ത് മസ്താനി ക്യാപ്റ്റനായി. പിന്നുള്ളത് അനു, ജിസേൽ, ശൈത്യ. ഇതിനകത്ത് ജിസേൽ ക്യാപ്റ്റനായി. പിന്നുള്ളത് ആദില, നൂറ, ബിന്നി. ഇതിനകത്ത് നൂറ ക്യാപ്റ്റനായി. പിന്നുള്ളത് ഒനീൽ, അതുപോലെ തന്നെ പ്രവീൺ, പിന്നെ ആരോടി ഉണ്ട് കേട്ടോ, അത് മറന്നുപോയി. അതിനകത്ത് ഒനീലാണ് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ളത്. പിന്നുള്ളത് അനീഷ്, ജിഷിൻ, സാബുമൻ. ഇതിനകത്ത് അനീഷാണ് ക്യാപ്റ്റനായിട്ടുള്ളത്. ഇതിനകത്ത് ക്യാപ്റ്റന്മാർ തൊപ്പി സംരക്ഷിക്കുക. ഇത് ഫിസിക്കൽ ഗെയിമിലോട്ട് അത്ര പോകേണ്ട ആവശ്യമില്ല. കുറച്ച് എന്താ പറയുക, നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. ബുദ്ധി ഉപയോഗിച്ച് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. ആസൂത്രണം ചെയ്ത് കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. ഇവിടെ കളി ആരംഭിച്ചു, നല്ല രീതിയിൽ തന്നെ ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അനുവും ജിസയിലും ശൈത്യവും കൂടി ആദ്യം ഗെയിമിനെക്കുറിച്ച് ഒരു ഡിസ്കഷനും ഉണ്ടായില്ല. എല്ലാവർക്കും ഒരു ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗെയിം ഓണായിക്കഴിഞ്ഞപ്പോൾ നല്ല സ്പിരിറ്റോടെയാണ് അനുവും ജിസയിലും ശൈത്യയും കളിച്ചത്. അനു ജിസയിലിനെ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നുണ്ട്, തൊപ്പി വെട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജിസയിൽ മാക്സിമം അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും പ്രവോക്കിംഗ് ഗെയിം കളിച്ചപ്പോൾ ഇവരുടെ ഗ്രൂപ്പാണ് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഗെയിം കളിച്ചായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് നവീൻ ഭൂരിഭാഗം സമയത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അനീഷിനെ എല്ലാവരും കൂടിയിട്ട് അറ്റാക്ക് ചെയ്തു. അനീഷിൻ്റെ മേത്തോട്ട് എല്ലാവരും കൂടി വന്ന് കയറി. പിന്നെ അതുപോലെ തന്നെ അനീഷിന് കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നെ അനീഷ് ഒരു വലിയ മണ്ടത്തരം ചെയ്തു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായത് തൊപ്പി തലയിലാണ് വെക്കേണ്ടത്. അനീഷ് തൊപ്പി ഒളിപ്പിച്ച് വെച്ചു, അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് മറച്ച് വെച്ചു. കുറേ നേരത്തിന് ശേഷം നമ്മുടെ രേണു സുധിനെയാണ് നമ്മുടെ ഈ പറയുന്ന നവീൻ്റെയൊക്കെ ഗ്രൂപ്പിനകത്ത് ഉണ്ടായത്. നവീനല്ല, ഷാനവാസിൻ്റെ, അക്ബറിൻ്റെ ഗ്രൂപ്പിലുണ്ടായത്. രേണുവിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അക്ബർ നിന്നെങ്കിലും രേണുവിന് ശ്വാസം മുട്ടലുണ്ടായിട്ടുണ്ടായിരുന്നു. അവസാനം ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴേക്കും കുറേ മെഡിക്കൽ എമർജൻസീസ് ഉണ്ടായിരുന്നു. ഇതിൽ അക്ബറിനും, അതുപോലെ അക്ബറിനല്ല, ഷാനവാസിനും, രേണുവിനും, അനീഷിനും മെഡിക്കൽ എമർജൻസി വന്നു. രേണു നേരെ വീഴുകയും ചെയ്തിട്ടുണ്ടായി. രേണുവിനെ നേരെ മെഡിക്കലിലോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായി. അനീഷ് ടോട്ടലി വീക്കായിട്ടുണ്ടായിരുന്നു. ടോട്ടലി വീക്കായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അനീഷിൻ്റെ ടീം ബിഗ് ബോസിൽ, അതായത് ഈ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടായെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് അനീഷിൻ്റെ ടീമിനെ നന്നായിട്ട് തേച്ച്. കാരണം ഇവർ ക്യാപ്പ് ഒളിപ്പിച്ച് വെക്കണ സമയത്ത് ബിഗ് ബോസ് ഒരിക്കൽ പോലും അനൗൺസ് ചെയ്തില്ല ഇനി ക്യാപ്പ് ഒളിപ്പിച്ച് വെച്ചാൽ ഫൗളാണെന്ന് അനൗൺസ് ചെയ്തില്ല. ഷാനവാസും ബാക്കി എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ബിഗ് ബോസ് അനീഷിൻ്റെ ടീം കള്ളക്കളി കളിക്കുന്നുണ്ടെന്ന്. പക്ഷേ അന്നേരം ഒന്നും മിണ്ടാത്ത ബിഗ് ബോസ് ബസറടിച്ച് കൊണ്ട് എല്ലാവരും ഇരുത്തിയതിന് ശേഷം അനീഷിൻ്റെ ടീമിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. വലിയൊരു മണ്ടത്തരാണ് അനീഷ് ചെയ്തത്. അനീഷ് ഒന്നല്ലെങ്കിൽ ഓടണമായിരുന്നു, അല്ലെങ്കിൽ തൊപ്പി തലയിൽ വെച്ച് മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. എന്തായാലും അവർ ആ ടീമിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. ഇനിയുള്ള ബാക്കി ടീമുകൾ തമ്മിലാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ മത്സരം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോഴേ ലൈവിനകത്ത് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആര്യൻ രേണുസുധിനെ വിളിച്ചൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ തെറ്റാട്ടോ. അതായത് രേണുസുധിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയത് ഒരാളാണ്. ആ ഗെയിമിനകത്ത് അവർ അത്രത്തോളം വീക്കായിട്ടുണ്ടായിരുന്നു. അത് കണ്ട ആര്യൻ കളിയാക്കിയത്
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രേണു ചേച്ചി സുധിച്ചേട്ടൻ്റെ അടുത്തോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഗെയിം കളിക്കാൻ പോയി കഴിഞ്ഞാൽ പോവും, മരിച്ചു പോകും എന്നുള്ള അർത്ഥത്തിൽ തന്നെ വളരെ മോശം പരാമർശമാണ് ഇവിടെ ആര്യൻ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ അക്ബർ മാത്രമല്ല അവിടെയുള്ള ലേഡീസ് കണ്ടസ്റ്റൻസ് ഒക്കെ ആര്യനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം തിരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ജിഷിൻ ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ജിസയിലും ആര്യനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആര്യൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീപ്പ് ഗെയിം, അതായത് ഒട്ടും സെൻസ് ഇല്ലാത്ത വർത്തമാനമാണ് ആര്യൻ്റെ വായിൽ നിന്നും വരുന്നത്, ഓരോ സമയത്തും വരുന്നത്. നമുക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊട്ടും കേട്ടിരിക്കാൻ പറ്റില്ല. എന്തായാലും നടപടി ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ ആര്യൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വീക്ക് പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പറയണം, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ബിഗ് ബോസ് നല്ല ഗെയിംസുകൾ കൊണ്ടുവരുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നല്ല ഗെയിംസുകൾ വരുമ്പോൾ ഉറപ്പായിട്ട് ഈ ഗ്രൂപ്പെല്ലാം ആകുമ്പോഴും അതിൻ്റെ ആ ഒരു കാര്യം നമുക്കിപ്പോൾ ലൈവിൽ കാണാം. ശരിക്കും ആ ഗ്രൂപ്പ് പൊട്ടുന്നതും ഇവരുടെ ഉള്ളിലത്തുള്ള ഗെയിമുകളും പുറത്ത് വരുന്നത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം. വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ.